വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം പാർട്ട് 2 ഓഫ് കുംഭമേള വിശേഷംസ്. ഓക്കെ, അപ്പോൾ ഇത് 25-നാണ്. 25-ന് ഞങ്ങൾ തവന്നൂര് ഒരു അംബുജം ഹോം സ്റ്റേ അവിടെയാണ് നമ്മൾ നിന്നായിരുന്നത്. സോ ഇറ്റ് ഈസ് ലൈക്ക് ബ്രഹ്മാവിൻ്റെയും ശിവൻ്റെയും സൈഡിലാണ് നമ്മൾ നിന്നായിരുന്നത്. സോ വി തോട്ട് ഓഫ് വിസിറ്റിംഗ് ബ്രഹ്മാവ് ആൻഡ് ശിവൻ്റെ ടെമ്പിള്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പുറപ്പെട്ടു. നമ്മൾ ആ ഹോം സ്റ്റേയിൽ നിന്ന് ഒരു രാവിലെ ഒരു 9 മണിയല്ല, ഒരു 8:30 8 മണിയാകുമ്പോൾ 7:30 ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. സോ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്, ബട്ട് കുറച്ച് അടുത്താണ് അതിനും. പക്ഷെ കാറിൽ പോയി വേണമെങ്കിൽ നടന്നൊക്കെ പോവാം, പക്ഷെ നമുക്ക് അറിയാത്ത കാരണം നമ്മൾ വി ടുക്ക് കാർ. ആൻഡ് ദെൻ അവിടെ ബ്രഹ്മാവിൻ്റെ ടെമ്പിളിലെത്തി. ഇറ്റ് വാസ് റിയലി ഓസം. നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ബ്രഹ്മാവിൻ്റെ അമ്പലം, ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ശിവന്. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമുണ്ട്, എന്നാലും സൈഡ് അവർ വെച്ചിട്ടുണ്ട്, വഴി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ അമ്പലം എന്ന് പറയുന്നത് ഇത് രണ്ടും ചെറിയ അമ്പലങ്ങളാണ്. ആൻഡ് അധികം ഞാൻ പറഞ്ഞ മാതിരി ബ്രഹ്മാവിൻ്റെ അമ്പലത്തിലൊന്നും പൂജയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ദിസ് ഇസ് ലൈക്ക് ഇത് വന്നോടുകൂടി നല്ല റിവൈവിങ് പോലെയായിരുന്നു. അപ്പോൾ അവിടെ മണപ്പുറമൊക്കെ കാണാണ്ടല്ലോ, ആ ഫ്ലെക്സൊക്കെ കാണാണ്ടല്ലോ. ഇത് ശിവൻ്റെ ഒരു അമ്പലമാണ്. ആ ശിവൻ്റെ അമ്പലത്തിൻ്റെ പൂജ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പൂജയുടെ വീഡിയോ ഞാൻ എടുത്തതാണ്. പിന്നെ അതിൻ്റെ മുകളിൽ അവിടെ ഒരു ആൽമരം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആൽമരം പ്രദക്ഷിണം വെക്കായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് യു ഓൾസോ ആർ ഡൂയിങ് പ്രദക്ഷിണം ഓവർ ദർ വീഡിയോയിൽ കൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല പൊക്കത്തിലിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അവിടെ മന്ത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മറ്റേ ആൽമരത്തിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ആ ശിവൻ്റെ അമ്പലത്തിൽ നിന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ യജ്ഞശാലയിലേക്ക് എത്തും. അപ്പോൾ യജ്ഞശാലയിലേക്ക് നടന്നിങ്ങനെ പോകണം. ഫുൾ മണലാണ് അവിടെ. ഒന്നും ലൈക്ക് കാർപ്പറ്റോ അങ്ങനെ അത്രയും ദൂരം ഇടാൻ പറ്റില്ലല്ലോ. അത് കാരണം ഇത് അവർ മണൽ തന്നെയാണ്. ആൻഡ് സോ പീപ്പിൾ ഹു ആർ ലൈക്ക് വാക്കിംഗ് ആൻഡ് ഓൾ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ ഇത് നന്നായിട്ട് ഇഷ്ടമാവും. അല്ലാത്തൊരു പതുക്കെ നടന്ന് അവിടേക്ക് എത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കണം എന്ന് മാത്രം, എന്ന് വെച്ചാൽ മണലായ കാരണം. അപ്പോൾ ഞങ്ങളൊരു സെൽഫി എടുത്തു ആ കവാടത്തിന് മുന്നിൽ നിന്ന്. നമ്മളൊരു അമ്മയുടെ കവാടമാണത്. അത് കഴിഞ്ഞ് നിങ്ങളിത് ഷോർട്സ് കണ്ടിട്ടുണ്ടാവും. ഒരു പശു അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണം കണ്ടു. സോ ഐ തോട്ട് ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. അത് ആ നീളാഭാഗത്തു നിന്നാണ് വരുന്നത്. അത് എങ്ങനെയാണ് വന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദ നേച്ചർ ഇസ് ഓൾസോ ട്രാവലിംഗ് അലോങ് വിത്ത് അസ്. ഇത്രയും പാത്തിൽ ഓരോ ഫ്ലക്സും ഈ ഓറഞ്ച് ഫ്ലാഗ്സും വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് വാസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ആദ്യം വന്ന സമയത്ത് എനിക്ക് അറിയണ്ടായിരുന്നില്ല അതെങ്ങനെയാണ് അത് ക്രോസ് ചെയ്യേണ്ടതെന്നുള്ളത്. പക്ഷേ ആൾക്കാരിങ്ങനെ കൂടി ഇങ്ങനെ കുറേ പേരിങ്ങനെ പോകുമ്പോൾ പിന്നെ ഈ ഫ്ലാഗും ഉള്ള കാരണം ഇറ്റ് വാസ് ഈസി. അതാണ്. പിന്നെ രാത്രിയിലായാലും അതേ ട്യൂബ് ഉണ്ട്, ഇതൊക്കെ ട്യൂബ് ലൈറ്റ് ഉണ്ട് ഇതുമേ. അപ്പോൾ അതിൽ കൂടെ പോവാം. അപ്പോൾ ശിവൻ്റെ അവിടെ നിന്ന് നമ്മൾ യജ്ഞശാലയിലേക്ക് എത്തി. യജ്ഞശാലയിൽ എത്തിയപ്പോൾ ഉള്ള കാഴ്ചകളാണ് ഇതൊക്കെ. ആൾക്കാർ വരണേ ഉള്ളൂ, ബിക്കോസ് ഇറ്റ്സ് മോർണിംഗ് അവേഴ്സ്. അത്ര തിരക്ക് വരണില്ല, വരണേ ഉള്ളൂ. പക്ഷേ ആൾക്കാർ അവിടെ നിന്ന് ഈ പാലം കയറി ഇറങ്ങി വന്നവരും ഉണ്ട്, ഇപ്പുറത്തുനിന്നും വരണവരും ഉണ്ട്. അപ്പോൾ ഒരു പൂജ അറ്റൻഡ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഇതായിരുന്നു വലിയൊരു പൂജയായിരുന്നു. എന്ന് വെച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെ പൂജ ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടായിരുന്നു. സോ ഭയങ്കര രസമായിരുന്നു ശരിക്കും ഈ പൂജ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നോബഡി വാസ് ഓൺലി വൺ പേഴ്സൺ വാസ് അലൗഡ് ടു സിറ്റ് ഇൻസൈഡ് ആൻഡ് അങ്ങനെ. അപ്പോൾ ഞങ്ങളപ്പോൾ പുറത്ത് തന്നെ ഇരുന്നു. ഞങ്ങളിത് വാച്ച് ചെയ്തു, വീഡിയോ എടുത്തു, കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു, വിഷ്വൽസ് എടുത്തു. അവർ പത്മഘട്ടത്തുള്ളുണ്ട്, പിന്നെ ഹോമമുണ്ട്. ഇത് രണ്ടും കൂടിയിട്ടുള്ള ഒരു പൂജയായിരുന്നു ഇത്. പിന്നെ നമ്മുടെ മാതാജി കാണാൻ പറ്റി. നല്ലോണം മിണ്ടാനൊക്കെ പറ്റി. നല്ല ഫ്രണ്ട്ലിയാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, ചെയ്യാം. അങ്ങനെ ഒരു അത് മറ്റേ നല്ല രസമാണ് അവർ. അപ്പോൾ അവരെയും കൂടെ ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അക്കാടെ എഗെയിൻ ഗ്രേറ്റ് ബ്ലെസ്സിങ്. അക്കാടെ വന്ന് നമ്മളെ മീറ്റ് ചെയ്തു, എല്ലാവരെയും മീറ്റ് ചെയ്തു, എൻ്റെ കൈയൊക്കെ പിടിച്ചു. എന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഭയങ്കര ഒരു രസമായിട്ട് നമ്മളോട് മിണ്ടുകയും ചെയ്തു, സംസാരിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ സ്നാനത്തിൻ്റെ ടൈമായപ്പോൾ ഞങ്ങൾ അവിടെ ആ ഭാഗത്ത് ഇങ്ങനെ നിന്ന് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അത് സൂര്യനെ വണങ്ങിയിട്ട് അങ്ങനെ
ഒരു പ്രത്യേക രീതിയിലാണല്ലോ അത് സ്നാനം ചെയ്യണത്. അത് കഴിഞ്ഞ് പിന്നെ പാലത്തിൻ്റെ സൈഡിലേക്ക് നമ്മളെത്തി. എന്ന് വെച്ചാൽ ക്രോസ് ചെയ്ത് നമ്മളിങ്ങോട്ട് എത്തണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. ഫുഡ് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് നീളയുടെ ഭാഗത്തിരുന്നപ്പോൾ കണ്ട കാഴ്ചകളാണ്. ഒരു സുബ്രഹ്മണ്യൻ്റെ വെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറേ പേര് നടക്കുന്നുണ്ടായിരുന്നു, ജാഥ പോലെ. എനിക്ക് തോന്നുന്നത് അത് സ്നാനം ചെയ്യാൻ തന്നെയായിരുന്നു. പക്ഷെ അത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിരുന്നു അത്. അപ്പോൾ അത് വീഡിയോ എടുത്തതാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ജസ്റ്റ് സണ്ണൊക്കെ ഇതായി വന്നേ ഉള്ളൂ. ആൻഡ് സോ അവിടെ ചേറിട്ട് ഇരുന്നു. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ടു സീ ഇത്രയും ക്ലോസ് ആയിട്ട് ആ അരതിയുടെ ആ സ്ഥലം നമ്മൾക്ക് കാണാൻ പറ്റണത് ഭയങ്കര ഒരു ഭാഗ്യമാണ്, ബ്ലെസ്സിങ് ആണ്. ആക്ച്വലി ഇറ്റ് വാസ് മൈ ബ്ലെസ്ഡ് ഡേ ആക്ച്വലി, because I got to sit in front of the ആരതി and even വീഡിയോ എടുക്കാനും പറ്റി. അപ്പോൾ ആദ്യം ഇവർ ഈ ഇടയ്ക്ക് വെച്ചിട്ടുള്ള പാട്ടാണ് ആദ്യം അവർ പ്ലേ ചെയ്തായിരുന്നത്. അപ്പോൾ ഇടയ്ക്ക് ഒരു മ്യൂസീഷ്യൻ വന്നിട്ട് അവർ പ്ലേ ചെയ്തായിരുന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ ഇരിക്കുകയായിരുന്നു സൈഡിൽ. അപ്പോൾ അവരുടെ സൈഡിൽ ആ ഒരു റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ടല്ലോ, അതിൽ ഇരിക്കാൻ പറ്റി. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറയാൻ. കുറേ നേരത്തേക്ക് അതൊരു ഇതായിരുന്നു. എൻ്റെ അടുത്ത് ഇരിക്കണത് നമ്മുടെ മുൻ മേൽശാന്തിയാണ്, ശരണമയ്യപ്പ എന്ന് പറയുക, ശബരിമലയിലെ അവരുടെ അടുത്ത് മേൽശാന്തിയാണ്. അപ്പോൾ അതും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ശരിക്കും പറയാൻ വെച്ചാൽ. ആൻഡ് അവർ നമ്മുടെ ആരതി ചെയ്യുന്ന 7 പേര് വന്നു. അവർ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ പ്രെയറൊക്കെ തുടങ്ങി. അച്യുതം കേശവം പറഞ്ഞിട്ട് പാട്ടൊക്കെ പാടി അവർ തുടങ്ങി. ആൻഡ് അഫ്കോഴ്സ് ഇറ്റ് വാസ് വെരി ലോങ് അല്ലേ. ഈ പാട്ടൊക്കെ ഭയങ്കര നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ വിഷ്വൽസിലൊക്കെ. ആൻഡ് ഓഫ് കോഴ്സ് അത് നേരിട്ട് കാണാൻ പറ്റി. അപ്പോൾ ആദ്യം അവർ ചന്ദനത്തിരി വെച്ചിട്ടാണ് അവർ ഉഴിയാണ്, ലൈക്ക് ആരതി ഉഴിയണതിന് മുന്നേ ചന്ദനത്തിരി വെച്ചിട്ട് നമ്മളൊരു മണം, ഒരു സുഗന്ധം വരുത്തിയിട്ട് അങ്ങനെയാണ് അവരുടെ പൂജകൾ. സോ ഫസ്റ്റിങ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 7 നദികളാണ്, 7 ആൾക്കാരെന്ന് പറയുന്നത് 7 നദികളിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള പൂജകളാണ്. അപ്പോൾ അതാണ് ഇത്രയും പേര്, നമ്മൾക്ക് ചിന്തിക്കും എന്തിനാ ഇത്രയും പേര് എന്നുള്ളത്. അപ്പോൾ എന്നിട്ട് അവരിങ്ങനെ എല്ലാ സൈഡും ഈ ചന്ദനത്തിരി ഉഴിഞ്ഞിട്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ടു സീ എവ്രിബഡി ഡൂയിങ് അറ്റ് ദ സെയിം ടൈം. അതൊരു സിങ്ക്രണസിറ്റി ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് തന്നെയാണ് അവർ നോക്കിയിട്ട് ഓക്കെ ഇനി അടുത്തത് പൂ അർച്ചിക്കാം. അപ്പോൾ ആ പൂവ് എടുത്തിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ കർപ്പൂരം കത്തിച്ചിട്ടുള്ള ആ ഒരു ഇതാണ് ഇങ്ങനെ ധൂപം മുഴിയുക. അപ്പോൾ അത് 4 സൈഡും മുഴിയും. അതാണ് ഇത് കാണിക്കണേ, വിഷ്വൽസ് കാണിക്കണേ. ഞാൻ ഇതിൻ്റെ ഒന്നും ഓഡിയോ ഇടണില്ല ബിക്കോസ് ഇത് കോപ്പിറൈറ്റ് വരും. അത് കാരണം ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് അവരുടെ ഇതാണല്ലോ, പാട്ടല്ലേ. അപ്പം നമ്മളത് ഇതാവാൻ പാടില്ല. അതുകൊണ്ടാണ് അത് ഓൾറെഡി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ ടി വിയിലായാലും അതൊക്കെ ലൈവ് വരുന്നുണ്ടല്ലോ. പക്ഷേ ഇത് ഞാൻ ഡയറക്റ്റ് എനിക്ക് കാണാൻ പറ്റി. എനിക്ക് വിഷ്വൽസ് എനിക്ക് ഫോട്ടോ എടുത്തതും അതേ ഭയങ്കര രസമായിട്ടാണ് വന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ഡമറു, ഇനിയിപ്പോൾ ആ മറ്റേ വിളക്കുണ്ടല്ലോ, വലിയ ഹെവിയുള്ള വിളക്ക്, അത് കത്തിച്ചിട്ട് അവിടുന്ന് സൈഡിൽ നിന്ന് കത്തിച്ചിട്ടാണ് ഇങ്ങനെ നമുക്കൊക്കെ കത്തിക്കാം. പക്ഷേ നല്ല തിരക്കായ കാരണം കുറച്ച് പേരാണൊക്കെ ഇതുണ്ടായിരുന്നത് കത്തിക്കാൻ. അപ്പോൾ അവർ കത്തിച്ചു കഴിഞ്ഞിട്ട് അവർ ഫ്രണ്ടിൽ ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ സൈഡിലേക്ക് അങ്ങനെ 2-3 പേരുടെ വിഷ്വൽസാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അതും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സീനായിരുന്നു. ബിക്കോസ് രാത്രിയിൽ നമ്മുടെ വേറെ ഒന്നുമില്ലല്ലോ വെളിച്ചമായിട്ട്, ഈ ഒരു വിളക്ക് വരുമ്പോൾ ഭയങ്കര രസമാണ് അത്. ആ പാട്ടിൻ്റെ അനുസരിച്ച് ഇങ്ങനെ ഒരു താളമുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പോയതാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് എനിക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണിത്. പിന്നെ അതിൻ്റെ വീഡിയോയും ഉണ്ടെന്ന് തോന്നുന്നു. അടുത്തത് വീഡിയോ ആണ് കാണിക്കണേ. ആൻഡ് അത് കണ്ടോ, അത് മാറി അതിൻ്റെ ആ ഒരു നാഗത്തിൻ്റെ ഒരു ഇതുണ്ട്, കർപ്പൂരം ഇട്ടിട്ടുള്ള ശരിക്കും കർപ്പൂരാരതി. അത് നാഗമാണ്, അതിൻ്റെ മുകളിൽ നാഗാണ്. ആൻഡ് അത് ഭയങ്കര ഒരു രസമുള്ളൊരു എനിക്ക് ശരിക്കും പറയാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷ്വലായാലും അതെ, ആ വിളക്കായാലും അതെ, ഭയങ്കര രസം അത് കാണാൻ. ഈ ഒരു വിഷ്വൽ ഇത് കണ്ടിട്ടാണ് ഇതാണ് പെയിൻറ്റ് ചെയ്തത്. ഇനി അടുത്ത വീഡിയോയിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ബിക്കോസ് ഐ എം ഗോയിങ് ടു പോസ്റ്റ് അനദർ ഇൻട്രസ്റ്റിംഗ് തിങ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.
അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ വീഡിയോ എടുത്തു, ഞാൻ ഇരിക്കണ വീഡിയോ. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഡ്രീം കം ട്രൂ കൈൻഡ് ഓഫ് ആരതി ഇത്ര ഫ്രണ്ടിലിരുന്ന് കാണാൻ പറ്റിയത് എന്നുള്ള എൻ്റെ സന്തോഷം എല്ലാവർക്കും കാണിക്കാനും പറ്റിയല്ലോ, അതും ഒരു സന്തോഷം. നമുക്ക് ഇതൊന്നും എപ്പോഴും കിട്ടണതല്ലല്ലോ. സോ ആ കിട്ടിയ ആ ഒരു അവസരം അത് കിട്ടി, അതൊരു ഈശ്വരൻ്റെ കൃപ എന്നേ ഞാൻ പറയുള്ളൂ. ഈശ്വരൻ്റെ അമ്മയുടെയും ഒക്കെ ഒരു കൃപയാണ്. പിന്നെ ഈ ഒരു ഇത് ലാസ്റ്റാണ് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ഈ വഞ്ചാമരം പോലത്തെ ഒരു സംഭവമാണ്. അത് ലാസ്റ്റ് ഇങ്ങനെ ചെയ്യും. അത് കഴിഞ്ഞു. എങ്ങനെയാണ് ആരതി ലാസ്റ്റ് എന്താ അവർ ചെയ്യാന്ന് വെച്ചാൽ, അവർ ഉണ്ടായിരുന്ന ആ വേറൊരു വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം, ആ പ്രാർത്ഥിച്ച വെള്ളം കൊണ്ടുപോയി നദിയിലങ്ങോട്ട് ഒഴിച്ചു. കഴിഞ്ഞു. ഇതാണ് പ്രോസസ്സ്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞു. ആൻഡ് ഓഫ് കോഴ്സ് അവരുടെ കയ്യിൽ നിന്ന് തീർത്തു കൊടുക്കാം നമുക്ക്. അവർ തിരിച്ചു വന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, അവർ ലാസ്റ്റ് കഴിയണ്ടേ. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു പ്രാർത്ഥനയാണ്. ഇത് കാടായിരിക്കണമുണ്ട്. ആൻഡ് സ്വാമിജി അത് ഭയങ്കര രസമായിരുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുത്തു, ഫൈനൽ ഒരു ഫോട്ടോ. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഈസ് ദി പാർട്ട് 2, പാർട്ട് 3 എന്നുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ് and subscribe also. Thank you for joining me into this kutti video.